ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനോസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ്. ഇതാണ് ക്രീമി ചിക്കൻ കറി. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ക്രീമിയും നല്ല ടേസ്റ്റും ആട്ടോ. കാണാൻ വലിയ സുഖമില്ലെങ്കിലും വലിയ കളറില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ നല്ല ക്രീമും തൈരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വെള്ള കളർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 വലിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 6 പച്ചമുളക്. അപ്പം നമ്മളിവിടെ മുളക് പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി പച്ചമുളക് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരി വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 6 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി, അതും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കൈ മല്ലിയില ചേർക്കുമ്പോൾ തണ്ടോട് കൂടി വേണം ചേർക്കാൻ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് അരച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതാ ഞാൻ ചിക്കനും എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീഡിയം പീസിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ എല്ലാം നല്ലതായിട്ട് പിടിക്കും ഗ്രേവി അതിൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ നാരങ്ങയുടെ നീര്. നിങ്ങൾക്ക് വലിയ നാരങ്ങ ഇല്ലെങ്കിൽ ചെറിയ 2 നാരങ്ങയുടെ നീര് ചേർത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റും, അതായത് സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട പേസ്റ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതേ മിക്സി ജാറിൽ തന്നെ നമുക്ക് 300 ഗ്രാം തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 200 ഗ്രാം ഫ്രഷ് ക്രീം. ഈ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ കൊടുക്കുന്നത് ഈ തൈരും ക്രീമും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ക്രീമി ചിക്കൻ കറി ആണല്ലോ, അപ്പോൾ പിന്നെ ക്രീം നമുക്ക് ഒഴിവാക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത്തിരി അങ്ങ് വെള്ളമൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതും ഇതിലേക്ക്, അതായത് ചിക്കനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പാത്രം ചെറുതായതുകൊണ്ട് ഞാനിതെല്ലാം കൂടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരടി ഇട്ടേക്കുവാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അന്നേരം തന്നെ നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുന്ന ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റ്സിൽ കിട്ടുന്ന ആ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അതാ ഞാൻ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ അന്നേരം തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. നിങ്ങൾക്ക് ഇതിലും വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ, ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ മാത്രമായിട്ട് ഇട്ട് കൊടുക്കണം. ഗ്രേവി ഇപ്പം ഇടണ്ട. ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രേവി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോ ചിക്കൻ പീസായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ പീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതായത് ഈ ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരണം, ഒരു ഹാഫ് കുക്കായിട്ട് വരണം. ഈ ചിക്കനിൽ നിന്ന് ഇപ്പം ഇഷ്ടംപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതാ ഈ കാണുന്നത്. ഞാൻ അല്ലാത്ത ഗ്രേവി ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഈ നമുക്കിത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. കാരണം ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് അത് ഇച്ചിരി ഒന്ന് പറ്റണം, എന്നാലേ നമുക്ക് ആ ക്രീമി കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഹാഫ് കുക്കായിട്ടുണ്ട്. അന്നേരം നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേവി ബാക്കിയുള്ളത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കണം, എന്നാലേ ഇത് ഇച്ചിരി പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ കണ്ടില്ലേ, ഗ്രേവി ഇച്ചിരി വെള്ളം പോലെ ആയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. പിന്നെ
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഹാഫായിട്ട് അടച്ചു വെക്കാം, കാരണം ഇത് ചിലപ്പോൾ തെറിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഗ്രേവി, കാരണം ഇച്ചിരി തിക്കായതുകൊണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഗ്രേവിയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്, ഇച്ചിരി പറ്റിയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇച്ചിരി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി നേരം കൂടെ വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. അത് നിങ്ങളുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. അപ്പം എന്നിട്ട് നിങ്ങൾക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പുണ്ടോ ഇല്ലയോ. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയതാണ്, എല്ലാം കറക്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഉപ്പ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി കണ്ടില്ല, ഭയങ്കര സിമ്പിളാണ് ഇത്, വലിയ സ്റ്റെപ്പൊന്നുമില്ല, പ്രൊസീജിയറൊന്നുമില്ല. ആൻഡ് കണ്ടില്ല, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അതാ സെർവ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കേരള സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ അല്ല ഇത്, വളരെ ഡിഫറെൻ്റ് ആയ ഒരു ടേസ്റ്റാണ്. പക്ഷേ നാൻ്റെ കൂടെയാണ് ഇത് അടിപൊളി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഒരു വെറൈറ്റി ചിക്കൻ കറി തന്നെയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കല്ല്. അപ്പോൾ വേറെ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.